അവസാനം കാണാൻ കാത്തു നിൽക്കുന്ന പലരും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണാം. നീ തീർന്നെന്നോ, അവസാനിച്ചെന്നോ, നിന്റെ നാശം കാണുമെന്നോ, നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടുമെന്നോ, ഇനി നിനക്കൊരു സാധ്യതയില്ലെന്നോ, ഇനി നീ ഉയർക്കത്തില്ലെന്നും പലരും നിന്നെ നോക്കി പറയുമ്പോൾ അവസാനം കാണാൻ കാത്തുനിന്ന് നിന്റെ മുൻപാകെ ആമേ അവർ കാണാൻ പോകുന്നതിന്റെ അവസാനമായിരിക്കത്തില്ല. നിന്നിലൂടെ വെളിപ്പെടാൻ പോകുന്ന ഒരു മഹത്വമുണ്ടെന്ന് 2025 കർത്താവ് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ, നിങ്ങളിലൂടെ വലിയ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. നമ്മുടെ ദൈവം ആരെന്നറിയാമോ? അവസാനിച്ചെന്ന് ലോകം പറയുന്നിടത്ത് ആരംഭം കുറിക്കുന്നവനാ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പഴയതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പുതിയതിനു വേണ്ടി ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചോ. എവിടെയൊക്കെയോ നഷ്ടബോധം വന്ന്, എവിടെയൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ച്, എവിടെയൊക്കെയോ പലതും കൈവിട്ടുപോയതുപോലെ, എവിടെയൊക്കെയോ അവസാനിച്ചതുപോലെ, ഇനി പ്രതീക്ഷയില്ല, ഇനി സാധ്യതകളൊന്നുമില്ല, എല്ലാ പ്രതീക്ഷകളും മങ്ങി, ഇനി എനിക്ക് ഇതിനകത്തൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്ന ആരൊക്കെ ഇന്ന് രാവിലെ എന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നത് വൈദ്യശാസ്ത്രം അല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികളല്ല, നിങ്ങളുടെ ചാർച്ചക്കാരല്ല, നിങ്ങളുടെ നാട്ടുകാരല്ല, അയൽവക്കക്കാരല്ല, കുടുംബ ബന്ധങ്ങളല്ല. ഇന്ന് പകൽ ദാവീദ് പറഞ്ഞ പോലെ എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കരത്തിലിരിക്കുന്നു, അത് നിയന്ത്രിക്കുന്ന ദൈവം എനിക്കുണ്ട്. ഇന്ന് രാവിലെ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തേ കർത്താവിന് മഹത്വം കൊടുക്കുക. എത്ര പേർക്ക് മനസ്സുണ്ട്? എന്നെ പകയ്ക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് നൽകണമേ. നന്മയ്ക്കായി ഒരു അടയാളത്തെ കർത്താവ് തരാൻ പോകുകയാണ്. സാധ്യതകളൊന്നും മുൻപിൽ കാണുന്നില്ലെങ്കിലും, സാധ്യതകളൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും രാവിലെ വിശ്വസിക്ക്, ചില അടയാളങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. ഒരു പ്രതീക്ഷയുടെ, ഹല്ലേലൂയ, ഒരു പുത്തൻ പ്രതീക്ഷയുടെ ചില അടയാളങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരാൻ പോകുകയാണ്.